ആദ്യം ശ്രീ നൌഷാദ് അലി, ഇന്നിപ്പോൾ ആവേശത്തോടെയുള്ള വരവേൽപ്പ് രാഹുലിന് വേണ്ടി സംഘടിപ്പിക്കാൻ UDFന് കോൺഗ്രസിന് കഴിഞ്ഞു എന്നത് നിസ്തർക്കമാണ്. പക്ഷേ അവിടെ MV ഗോവിന്ദൻ ഉയർത്തുന്ന വിമർശനത്തിനുള്ള നിങ്ങളുടെ മറുപടി എന്താണ്? ഞാൻ MV ഗോവിന്ദൻ സഖാവിൻ്റെ പ്രസ്താവന അല്ലെങ്കിൽ പ്രസംഗം കേട്ടപ്പോൾ എന്നെ ഏറെ ഞെട്ടിപ്പിച്ച ഒരു പരാമർശമുണ്ട്. അദ്ദേഹം പറയുന്നു, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്ന് കഴിഞ്ഞ തവണ ചില ആളുകളൊക്കെ നിഷ്കളങ്കരൊക്കെ വിശ്വസിച്ചു പോയി എന്നാണ്. അപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? ഇത്തവണ ഒരു കാരണവശാലും BJP അല്ലാതെ ആരും അധികാരത്തിലേറില്ല, അതുകൊണ്ട് ഇവിടെ കോൺഗ്രസിന് കൂടുതൽ എണ്ണം കിട്ടിയിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കൂ എന്നാണ് ശ്രീ MV ഗോവിന്ദൻ പറയുന്നത്. അപ്പോൾ എത്രമാത്രം ഇവരൊക്കെ സങ്കുചിതവും പ്രതിലോമകരവുമായി മാറിയിരിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസിനോടുള്ള ശത്രുത മുൻനിർത്തി ഇവർ കേന്ദ്രത്തിൽ BJP വരുമെന്നൊക്കെ വ്യംഗ്യമായിട്ടങ്ങ് സ്ഥാപിച്ച് വോട്ടുകൾ വാങ്ങാൻ വരെ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ ഒരു ആദർശ ശുദ്ധിയും ആശയബോധവും ഒക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് പ്രേക്ഷകർ വിലയിരുത്തട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് സ്വാഭാവികമായിട്ട് അവർക്ക് ആശങ്കകളുണ്ട് എന്നുള്ളത് അത് ചില അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ന്യായങ്ങളുണ്ടാകാം. അവർക്ക് അത്തരത്തിലുള്ള വാദങ്ങൾ ഉയർത്തുന്നതിൽ അവരെ വിലക്കുന്നതിൽ അർത്ഥമില്ല, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി 2019 ജയിച്ച ഒരു സീറ്റിലാണ് വീണ്ടും വന്ന് മത്സരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഇദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ അദ്ദേഹം വീണ്ടും മത്സരിക്കാൻ മുന്നോട്ട് വരുന്നു. അതൊക്കെ ഇവിടെ സ്വാഭാവികതയായിട്ട് അതിനകത്തൊരു പുതുമയില്ലാത്തൊരു കാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മണ്ഡലമായിട്ട് വയനാട് മാറിക്കഴിഞ്ഞു. അവിടേക്ക് അദ്ദേഹം വീണ്ടും വരുന്നു എന്ന അർത്ഥത്തിലാണ് കേരളത്തിലെ സമ്മതിദായകരായാലും ജനാധിപത്യ വിശ്വാസികളായാലും അതിനെ നോക്കിക്കാണുന്നത്. രണ്ടാമതായിട്ട് രാജ്യമുടനീളം ഒരു BJP വിരുദ്ധത മെല്ലെ മെല്ലെ പടർന്നു കയറുന്നതിൻ്റെ ഒരു സാഹചര്യം നമ്മൾ കാണാതിരുന്നുകൂടാ. അവർ 400 സീറ്റെന്നോ 370 സീറ്റെന്നോ KP നൌഷാദിലെ അങ്ങീ പറയുന്ന രാഷ്ട്രീയ നിരീക്ഷണങ്ങളോടൊന്നും ഒരു വിയോജിപ്പുമില്ല. പക്ഷേ കാതലായി ഉയർന്ന ചോദ്യത്തിനുള്ള മറുപടി ദേവി അങ്ങ് നൽകുക. ഇപ്പോൾ ധാരാളം നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഈ പറയുന്ന റോഡ് ഷോയോടുകൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോയത് ഈ നാട് കണ്ടതാണ്. അവിടെയൊക്കെ ആകാശത്ത് പാറിപ്പറന്നത് നിങ്ങളുടെ പതാകയാണ്. അതിൻ്റെ അഭാവം എങ്ങനെയാണ് നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയുക? വയനാട്ടിലെത്തുമ്പോൾ കോൺഗ്രസിന്റെ കൊടി എവിടെ പോയി? ഇതൊരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇത് പഴയ ഇന്ത്യ അല്ല. ഇവിടെ അസത്യങ്ങളും വ്യാജങ്ങളും ഊതി വീർപ്പിച്ചുകൊണ്ട് നിരക്ഷര കുക്ഷികളായ ജനകോടികൾക്കിടയിൽ പരത്തി തെറ്റിദ്ധരിപ്പിച്ച് അതിൽ നിന്ന് മുതലെടുക്കുന്നൊരു രാഷ്ട്രീയം ഇവിടെ പയറ്റി വിജയിപ്പിച്ചൊരു പാർട്ടിയാണ് BJP. കഴിഞ്ഞ തവണ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പതാക അത് 1948 രാജാജി ഹാളിൽ വെച്ച് ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബൊക്കെ നേതൃത്വം നൽകി ഉണ്ടാക്കിയൊരു പാർട്ടിയാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു പാർട്ടിയാണ്. CPM മുന്നണിയിലും കോൺഗ്രസ് മുന്നണിയിലും ഒക്കെ മാറി മാറി അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം പുരോഗമിച്ചിട്ടുണ്ട്. ആ പാർട്ടിയുടെ കൊടിയെ ഇവർ ഉത്തരേന്ത്യയിൽ പാകിസ്ഥാൻ്റെ പതാകയായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പല വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിച്ച് ലക്ഷോപലക്ഷം ആളുകളെ അവർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള തെറ്റിദ്ധാരണ രാഷ്ട്രീയങ്ങളൊക്കെ അരങ്ങ് തകർക്കുന്നൊരു കാലത്ത് ഞങ്ങൾ വിജയിക്കുക, BJPക്ക് ആയുധം കൊടുക്കാതിരിക്കുക എന്നൊരു രാഷ്ട്രീയത്തെ ഞങ്ങൾ തീർച്ചയായിട്ടും പുണരും. ഒരു പിഴവും എതിരാളിക്ക് കൊടുക്കാത്ത വിധം തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ കാര്യത്തിലൊന്നും മുസ്ലിം ലീഗിനോ കോൺഗ്രസിനോ ഒന്നും രണ്ടഭിപ്രായമില്ല. പിന്നെ ഇതൊക്കെ പുറത്തുനിന്ന് ചില ആളുകൾ BJPയെ സഹായിക്കാൻ എന്നോണം ഇത്തരത്തിലൊക്കെ പറയുന്നതിൽ ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട്. പ്രത്യേകിച്ചും CPM ഒരു മതേതര ജനാധിപത്യ ചേരിക്കൊക്കെ കരുത്ത് പകരേണ്ട ഒരു പാർട്ടിയാണ്. അവർ ഇത്തരത്തിൽ BJPക്ക് ആയുധം നൽകുന്ന വിധത്തിൽ അല്ലെങ്കിൽ BJPക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന വിധത്തിലൊക്കെ കേരളത്തിലെ ചെറിയ ചത്വരത്തിനകത്തൊരു രാഷ്ട്രീയം മുൻനിർത്തി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ ഞങ്ങൾക്കുള്ള ഒരു വലിയ കുണ്ഠിതം പ്രകടിപ്പിക്കുവാൻ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്.